മനുഷ്യ ജീവിതം ഒരു മിസ്റ്റീരിയസ് ജേണിയാണ്. അത് ശരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത നിഗൂഢതകൾ നിറഞ്ഞ ഒരു യാത്രയാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളത്. അപ്പം ഞാനെന്ന വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന്റെ ജേണി എങ്ങനെയായിരിക്കണം, അത് ഒരു ഒരു നിഗൂഢത നിറഞ്ഞ ഒരു രഹസ്യമാണ്. ഈ രഹസ്യം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് സ്വർഗത്തിൽ നിന്നും ജ്ഞാനം ലഭിക്കുമ്പോൾ മാത്രമാണ്. സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്ന ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ജ്ഞാനം തരുമ്പോൾ മാത്രമാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾക്ക് മനസ്സിലാകുക. ഇത് മനസ്സിലാകണമെങ്കിൽ ആസ് എ ഹ്യൂമൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ സ്പിരിച്വൽ തലത്തിലേക്ക് വളരണം എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബോഡി, മൈൻഡ്, സോൾ ഇത് മൂന്നും ചേർന്നതാണ്. ഇത് ഒട്ടുമിക്ക മനുഷ്യരും ശരീരത്തിൽ ജീവിച്ച് ശരീരത്തിൽ മരിക്കുന്നവരാണ്. കുറച്ചു പേരെങ്കിലും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ലൈഫ്, കുറച്ചും കൂടെ മനസ്സിനെ കേൾക്കുന്ന, മനസ്സിന്റെ തലങ്ങളിലെ എക്സ്പ്ലോർ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവും. അതിനേക്കാളും ഉയർന്ന മനുഷ്യന്മാരാണ് ആത്മാവിന്റെ തലത്തിൽ എത്തുന്നത്. അത് ദൈവത്തിന്റെ ഒരു കോള് തന്നെയാണ്. അത് പെട്ടെന്ന് മനുഷ്യന്മാർക്ക് സ്പിരിച്വൽ തലത്തിൽ എത്താൻ പറ്റാത്തത് അവരുടെ കുഴപ്പമല്ല. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിൽ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ആവാൻ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം നിങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും അനുഭവങ്ങൾ നൽകിക്കൊണ്ടും സ്പിരിച്വൽ തലത്തിലേക്ക് നമ്മളിൽ പലരെയും വിളിക്കുന്നുണ്ട്. ആ വിളിയോട് നിങ്ങൾ പ്രത്യുത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണ് ആത്മീയ മനുഷ്യർ. അതിപ്പോ സന്യസ്തര് മാത്രമായിരിക്കണമെന്നൊന്നുമില്ല. മനുഷ്യന്മാരിൽ ആത്മീയ വിളികൾ ലഭിച്ച അല്ലെങ്കിൽ ദൈവത്തോട് യെസ് പറഞ്ഞ മനുഷ്യന്മാരുണ്ടാവും. അവരെ ഈ സ്പിരിച്വൽ തലത്തിലേക്ക് എത്താണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബോഡി എന്ന് പറയുന്നതിന് അത്ര പ്രാധാന്യമൊന്നുമില്ല. അത് കർത്താവ് പോറ്റിക്കോളും അല്ലെങ്കിൽ കർത്താവ് നോക്കിക്കോളും എന്നുള്ളത്. എന്ന് ജോലിക്ക് പോകേണ്ട അല്ലെങ്കിൽ ഭൂമിയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടെന്നല്ല, പക്ഷെ ബോഡിക്കല്ല ഇമ്പോർട്ടന്റ്. പിന്നെ മൈൻഡ്, എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം അനുസരിച്ചല്ല ഞാൻ ജീവിക്കേണ്ടത്. എനിക്ക് അർത്ഥപൂർണ്ണമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് എന്റെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് എന്നെ കുറിച്ചുള്ള പദ്ധതികളാണ്, ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞാൻ സോളിന്റെ തലത്തിലേക്ക് വളരും. സോളിന്റെ തലത്തിലേക്ക് വളർന്ന ഒരു വ്യക്തിയുടെ സോള് ഡിവൈനിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ദൈവമായിട്ട് കണക്റ്റഡ് ആണ്. ആ സോൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് സ്വർഗത്തിൽ നിന്നും ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനം അയാളുടെ വ്യക്തി ജീവിതത്തിലും അയാൾക്ക് ഗുണകരം ചെയ്യും. അതേ ജ്ഞാനം അയാൾക്ക് മറ്റുള്ള മനുഷ്യന്മാരെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിന് കൊടുക്കാനായിട്ടും സാധിക്കും. സോ നിങ്ങൾ ഒരു സോൾ പേഴ്സൺ ആവണം. സ്പിരിച്വൽ തലത്തിലേക്ക് നിങ്ങളുടെ ആത്മാവ് എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരുമ്പോൾ നിത്യജീവിതത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചും നിങ്ങളുടെ ജനന രഹസ്യങ്ങളെക്കുറിച്ചും, ജനനം മുതൽ മരണം വരെയുള്ള നിങ്ങളുടെ ജീവിതയാത്രയിലെ രഹസ്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സഹനങ്ങളുടെ പുറകിലുള്ള കാരണങ്ങളെക്കുറിച്ച്, ഇങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങൾ സ്പിരിച്വൽ തലത്തിൽ എത്തുമ്പോൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കാനും മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവായി ഭൂമിയിലെ ജീവിതം കംപ്ലീറ്റ് ചെയ്ത് ജീവിക്കാൻ ഒരു 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 ഡിവൈൻ സോൾ ആയിട്ട് നിങ്ങൾ പതുക്കെ പതുക്കെ മാറും. അങ്ങനെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടും. അർത്ഥപൂർണമായ ഒരു ജീവിതത്തിന് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികാവശ്യങ്ങൾ മാത്രമുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ശരീരത്തിനെയും മനസ്സിനെയും മറികടന്ന് ആത്മാവിന്റെ തലത്തിലെത്തുക. നിങ്ങളുടെ സോളാണ് നിങ്ങളെ ലീഡ് ചെയ്യാൻ പോകുന്നത്. സ്വർഗം നിങ്ങളെ അതിന് ആ ഒരു കണക്ഷൻ, നിങ്ങളുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കയർ, ഒരു ത്രെഡ് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് ദൈവം നിങ്ങളെ പരിപാലിച്ച് നിങ്ങളുടെ യാത്രകളെ ക്രമീകരിച്ച് ഈ ജീവിതത്തെ പൂർണ്ണതയിൽ ജീവിച്ച് ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്. അപ്പോൾ ഒരു സോൾ പേഴ്സൺ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് പലർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.